ജീവിച്ചിരുന്ന സഹാബിയാണ്. പലപ്പോഴും പല സന്തോഷ വാർത്തകളും അറിയിക്കുമായിരുന്നു. അതിന് പെട്ടതാണ് നീ എന്റെ സുന്നത്ത് ചര്യകളെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിച്ചാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് പോലും മഹാനായ അബൂ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. നാം മനസ്സിലാക്കണം, അത്തരത്തിലുള്ളതായ മഹാനായ അബൂ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നാം മനസ്സിലാക്കേണ്ടതാണ്. ദൂരെ നാട്ടിൽ ഒരു സംഘം ആളുകളെ കണ്ടിട്ട് കൊണ്ടൊന്ന് വസിയത്ത് ചെയ്യാൻ വേണ്ടി വരികയാണ്. മഹാനവരുടെ കൊണ്ടുപോകും. കണ്ട കാഴ്ച എന്തെന്നറിയാമോ? മഹാനവകൾ പൊട്ടിക്കരയുകയാണ്. എന്തെന്നറിയില്ല, മഹാനവകൾ പൊട്ടി പൊട്ടി കരയുകയാണ്. ഈ വന്ന ആളുകളോട് ചോദിച്ചു, എന്തിനാണ് അബാബില്ല നിങ്ങളെ പൊട്ടിക്കരയുന്നത്? എന്താവശ്യമാണ്? നിങ്ങൾ സ്വർഗത്തിലേക്കാണ് സന്തോഷവാർത്ത അറിയിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത് ചോദിച്ചപ്പോൾ മഹാനായ അബൂ അബ്ദുല്ലാഹ് കൊടുത്ത് മറുപടിയുണ്ട്, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ സന്തോഷവാർത്ത അറിയിച്ചു എന്നത് ശരിയാണ്. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ ഞങ്ങളോട് പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് ഒരു മണ്ണ് മാറ്റി വെച്ചു, മറ്റൊരു ഭാഗത്തേക്ക് മറ്റൊരു മണ്ണ് മാറ്റി വെച്ചു. ഒരു മണ്ണിനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു, ഇത് നരകക്കാർക്കുള്ള മണ്ണാണ്, ഇത് കൊണ്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്കാണ് പോവുക എന്ന് പറയുകയുണ്ടായി. മറ്റേ മണ്ണ് കാണിച്ചു കൊണ്ട് പറയുകയുണ്ടായി, ഇത് സ്വർഗ്ഗക്കാരെ സൃഷ്ടിക്കാറുള്ള മണ്ണാണ്. എന്നിട്ട് മഹാനായ അബൂ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയാണ്, ഇന്നെങ്ങാനും ഈ നരകത്തിൽ സൃഷ്ടിക്കാൻ വെച്ച മണ്ണ് കൊണ്ടായിരുന്നു എന്റെ ശരീരം സൃഷ്ടിച്ചെങ്കിൽ ഞാൻ നരകത്തിലേക്കല്ലേ പോവുക? ഞാൻ എങ്ങനെയാണ് സമാധാനത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുക എന്നത് മഹാനായ അബൂ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പോലും പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇതായിരുന്നു ഇവിടുത്തെ സ്വഹാബാക്കളും ഇവിടുത്തെ താബീഈങ്ങളെല്ലാം നമുക്ക് കാട്ടിത്തന്ന വഴി. അവരുടെ ജീവിത കാലഘട്ടത്തില് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് മരണത്തെ കുറിച്ച് ചിന്തിച്ച് ജീവിച്ചവരാണ് അവരെല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യ പിന്തുടരുന്നവരാണ്. അതിലെ കവി പാടിയത്, തുബൂനാ തുബ്നാ വനഹ്നു മാ തുബ്നാ യാ ലൈത മാ തുബ്നാ ഖബ്ല അൻ തുബ്നാ. ഖബറിന്റെ ഭയാനകത്തെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ ശരീരം നമ്മുടെ ഖബറിനെ നിർമ്മിക്കപ്പെട്ടു. എങ്ങനത്തെ അവസ്ഥയാണോ? നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല. തൗബ ചെയ്ത് മടങ്ങാത്ത അവസ്ഥയിൽ ഖബർ കുഴിക്ക് നിർമ്മിക്കപ്പെടുകയാണ്. നമ്മളെങ്ങാനും തൗബ ചെയ്ത് മടങ്ങിയിരുന്നെങ്കിൽ എത്രമാത്രം നന്നായിരുന്നു. എപ്പോൾ നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയായി എപ്പോൾ ഖബർ നിർമ്മിക്കുന്നതിന് മുമ്പ്, നാം മരണപ്പെടുന്നതിന് മുമ്പ് തൗബ ചെയ്ത് മടങ്ങിയിരുന്നെങ്കിൽ എത്രമാത്രം നന്നായിരുന്നു. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായ ഗൗരവമുള്ള ബൈത്താണ് ഈ വരികളിൽ കാണുന്നത്. ജീവിതകാലം മുഴുവൻ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടേണ്ടതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഒരു മനുഷ്യൻ തൗബ ചെയ്യാതെ മടങ്ങിപ്പോയാൽ അവരുടെ ഖബറിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ദുനിയാവിൽ എത്രമാത്രം ഹറാമുകളാണ് അവരെ കണ്ടുകൂട്ടുന്നത്, എത്രമാത്രം തിന്മകളാണ് അവർ പറഞ്ഞു കൂട്ടുന്നത്. ഇതിനെല്ലാം അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ ഖബറിന്റെ അവസ്ഥ എന്തെന്നറിയോ? ചിതരും പുഴുക്കളും ധാവണം പെരുത്തുണ്ടതിൽ സന്തോഷമാണവർക്ക് നീ ചെല്ലുന്നതിൽ.